ജില്ലയിലെ മന്ത്രിക്ക് CPIയുടെ വനിതാ സംഗമത്തിലെ സൂംബ നൃത്തമാണ്. അവിടെ മരിച്ചു കിടക്കുന്ന ഷോക്കേറ്റ് പിടഞ്ഞു വീണ 13-കാരന്റെ ജീവനേക്കാൾ വലുത് ആ മന്ത്രിക്ക് കൊച്ചിയിലെ വനിതാ സംഗമവും അതിലെ സൂംബ നൃത്തവും ഒക്കെയാണ്. എന്നിട്ടൊരു വഷളൻ പ്രസംഗവും. അവരുടെ ആ പ്രസംഗത്തെ വഷളത്തരം എന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത്? ഇത്രയും വഷളത്തരം പറയുന്ന ഒരു മന്ത്രിയെ വെച്ചുകൊണ്ടിരിക്കണം മന്ത്രിസഭയിൽ. അവരൊരു സ്ത്രീ കൂടിയാണ്, എന്നാൽ പോലും പറയാതിരിക്കാൻ പറ്റില്ല. ഇത്രയും വഷളത്തരം പറയുന്ന ഒരു മന്ത്രിയെ പിണറായി വിജയൻ ആ മന്ത്രിസഭയിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്. CPIയുടെ ബിനോയ് വിശ്വം വലിയ ആദർശധീരനും വലിയ കാര്യത്തിൽ മുഖ്യമന്ത്രി അടക്കം വിമർശിക്കുന്ന ആളാണല്ലോ. എന്നിട്ട് എന്താ മിണ്ടാത്തത്? മന്ത്രി ജെ ചിഞ്ചുറാണി ഇത്രയും വിളിച്ചു പറഞ്ഞിട്ട് ഒരു വാക്കുപോലും വന്നില്ലല്ലോ. അങ്ങനെ പറഞ്ഞത് ശരിയായില്ല ചിഞ്ചു എന്തെങ്കിലും പറയാമല്ലോ, അതും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എവിടെയാണ് ഇവർക്ക് കാണിക്കുന്ന ആദർശം എന്നൊക്കെ പറയുന്നത്? വെറും പൊള്ളത്തരമാണ്. ഇതിൽ വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവിടെ ഈ ഹെഡ് മിസ്ട്രസിനും അധ്യാപകർക്കൊക്കെ എന്താ ജോലി? അതുപോലെ PTA-ക്ക് എന്താ ജോലി? അതുപോലെ തന്നെ സമയാസമയങ്ങളിൽ ഓഡിറ്റ് നടത്താത്ത ആളുകൾക്ക് അവിടെ എന്താണ് ജോലി എന്ന് നമ്മളും തിരിച്ചു ചോദിക്കും. ഈ സിസ്റ്റത്തോടും തിരിച്ചാ ചോദ്യം ചോദിക്കണമെന്നേ ആ കുഞ്ഞിന് വേണ്ടി. കാരണം തേവലക്കര സ്കൂളിൽ ഈ മൈതാനത്തിന്, കളിമൈതാനത്തിന് മുകളിലൂടെ വൈദ്യുത ലൈൻ വലിക്കരുത് എന്നുള്ളത് ഇപ്പോൾ ഈ മെയ് 13 ഇറങ്ങിയ സർക്കുലർ മാത്രമൊന്നുമല്ല, കാലാകാലങ്ങളായി നിലവിൽ നിൽക്കുന്ന ഓർഡറാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് പാലിക്കുന്നില്ല? 108 വർഷം പഴക്കമുള്ള ഒരു സ്കൂളിൽ ഷാനവാസ് ഇപ്പോൾ ഓർഡർ ഇറക്കിയിട്ട് വേണം ഇതൊക്കെ അറിയാൻ. ഇത്രയും കാലം ഈ സ്കൂൾ നടത്തിക്കൊണ്ടിരുന്നവർക്ക് ഇതൊന്നും അറിയില്ലേ? ഇപ്പോൾ CPIഎമ്മിന്റെ കുന്നത്തൂർ ഏരിയ കമ്മിറ്റി കീഴിലുള്ള മൈനാഗപ്പള്ളി കിഴക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തുളസീധരൻ പിള്ള എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്? എന്ത് മാനേജറാണ് ഈ തുളസീധരൻ പിള്ള? അയാൾക്ക് ഇതൊന്നും നോക്കാൻ സമയമില്ലേ? ഇതൊന്നും നോക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും ഏൽപ്പിക്കണം. കേസൊക്കെ നടത്തി പിടിച്ചെടുത്ത